السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധമായി ചരിത്ര നാൾവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ 60-ാം പ്രഭാഷണമാണ് ഇന്ന്. കുറച്ചു ദിവസം പ്രസംഗം സമയത്ത് നടത്താൻ കഴിയാത്തതുകൊണ്ട് മുടങ്ങിപ്പോയി. സംഘടനാ പ്രവർത്തന തിരക്ക് കാരണം ഷെഡ്യൂളുകൾ പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് 2-3 ദിവസത്തെ പ്രഭാഷണം മുടങ്ങിപ്പോവുകയുണ്ടായി. നമ്മൾ ഇതുവരെ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലം, രൂപീകരണ ലക്ഷ്യം, ലക്ഷ്യപൂർത്തീകരണത്തിന് സമസ്ത നടത്തിയ പ്രവർത്തന വഴികൾ, അതിനുവേണ്ടി അവലംബിച്ച മാർഗങ്ങൾ, ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തിയ ഖണ്ഡന മണ്ഡല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും കുറേശ്ശെയായി നാം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആദർശ പ്രചരണത്തിന് വേണ്ടി ആദ്യം വിദ്യാഭ്യാസ ബോർഡും പിന്നീട് സമസ്ത കേരള സുന്നി യുവജന സംഘവും രൂപീകരിച്ച ചരിത്ര വഴികളും നാം വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമുക്കിനി സമസ്തയുടെ പ്രചരണ വഴികൾക്ക് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 1973 ഏപ്രിൽ മാസം 29-ന് രൂപീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം SSF, അതും സമസ്തയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1973 ഏപ്രിൽ മാസം 29 മുതൽ ഈ 2025 വരെ SSFൻ്റെ ചരിത്രം പറയാൻ തന്നെ ധാരാളം മാസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് അതൊക്കെ പിന്നെ നമ്മുടെ വർത്തമാനകാല ചരിത്രമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ പ്രധാനപ്പെട്ടത് വായനയാണ്. പക്ഷേ വായനയുടെ കാര്യത്തിൽ നാം വളരെ പിന്നിലാണ്. അതുകൊണ്ട് SSFൻ്റെ ചരിത്രം, SSFൻ്റെ ഗോൾഡൻ 50 പതിപ്പ്, എൻ്റെ കയ്യിലുള്ള ഈ റിസാല ഇത് സംബന്ധമായി കൊടുത്ത ഈ ഗോൾഡൻ 50 പതിപ്പ് മൊത്തം SSFൻ്റെ ചരിത്രമാണ്. ഇത് വായിക്കേണ്ട ഒരു കൈപ്പുസ്തകമായി SSF പ്രവർത്തകന്മാർ കൊണ്ടു നടക്കേണ്ട പ്രസിദ്ധീകരണമാണ്. ഇത് മാത്രമല്ല, SSFൻ്റെ റിസാല അതൊരു വ്യത്യസ്ത വായനയ്ക്ക് പറ്റിയ മനോഹരമായ സാഹിത്യ പ്രസിദ്ധീകരണമാണ് റിസാലയുടെ വാർഷിക പതിപ്പുകൾ വളരെയേറെ ശ്രദ്ധേയമാണ്. അപ്പോൾ SSFൻ്റെ ഇന്നത്തെ പ്രവർത്തകന്മാർ SSFൻ്റെ പ്രസിദ്ധീകരണങ്ങൾ, പ്രത്യേകിച്ച് റിസാലയുടെ വാർഷിക പതിപ്പുകളൊക്കെ വായിച്ച് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളണം. അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ടായതുകൊണ്ട് നിങ്ങൾ മാതൃകയാക്കുന്നതിന് വേണ്ടി ഈ ഗോൾഡൻ 50 പതിപ്പിലെ SSFൻ്റെ അഥവാ നിലപാടുകളുടെ ചരിത്ര പുസ്തകത്തിൽ നിലപാടുകളുടെ ചരിത്ര പുസ്തകത്തിൽ SSF മുഹമ്മദ് അലി കിനാലൂർ, ഉമൈർ ബുഖാരി ചേർന്നെഴുതിയ ഈ ലേഖനം വായിച്ചുകൊണ്ടാണ് ഞാൻ SSFൻ്റെ ഭാഗം സംസാരിക്കുന്നത്. എടുത്തു ചാടുന്നതല്ല, ആലോചിച്ച് ചുവട് വെക്കുന്നതാണ് SSFൻ്റെ ചരിത്രം, SSFൻ്റെ ശീലം. അതുകൊണ്ടാണ് 50 ആണ്ടിനിടയിൽ എടുത്ത തീരുമാനങ്ങൾ ഒന്നുപോലും തിരുത്തേണ്ടി വരാത്തത്. ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്.
SSF ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. 50 വർഷത്തിനുള്ളിൽ അതെടുത്ത സുപ്രധാന തീരുമാനങ്ങളുണ്ട്. ഒന്നുപോലും തിരുത്തേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? അതൊരു മഹത്തായ ഉലമ പ്രസ്ഥാനത്തിൻ്റെ കുടയ്ക്ക് കീഴിലാണ്, അല്ല കുടയിലുള്ളിലാണ്. ആ പണ്ഡിതന്മാരോടൊപ്പം അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ചലിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് SSFൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രങ്ങളിൽ അവരെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നുപോലും തിരുത്തുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. കേരള മുസ്ലിം ചരിത്രത്തിലെ വിദ്യാർത്ഥി ഇടപെടലുകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. സംഘടിതമായിരുന്നില്ലെങ്കിലും സാമൂഹിക വികാസത്തിൻ്റെ സർവ്വമേഖലകളിലും ആദ്യകാലം മുതൽ വിദ്യാർത്ഥി സാന്നിധ്യം പ്രകടമാണ്. അതിപ്പോൾ ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ തന്നെ പുരുഷന്മാരിൽ നിന്ന് ആദ്യം മുസ്ലിമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ആദ്യം മുസ്ലിമായത് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് ആദ്യം മുസ്ലിമായത് അലി ഇബ്നു അബീ താലിബ്. അങ്ങനെയാണ് നമ്മൾ മദ്രസയിൽ നിന്ന് തല തുടങ്ങി പഠിച്ചത് തന്നെ. അപ്പം അന്ന് മുതൽ തന്നെ വിദ്യാർത്ഥികളെ എടുത്തു പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം വിദ്യാർത്ഥികളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് മുസ്ലിമായ ആദ്യത്തെ ആളെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? അങ്ങനെ അപ്പം അതിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യകാലം മുതൽ വിദ്യാർത്ഥി സാന്നിധ്യം പ്രകടമാണ്. മഖ്ദൂമുമാർ പൊന്നാനി കേന്ദ്രമാക്കി വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ വ്യവസ്ഥാപിത മതപഠന സമ്പ്രദായം അഥവാ ദർസുകൾ നിലവിൽ വന്നിരുന്നു. വിശ്വപ്രസിദ്ധ സഞ്ചാരി ഇബ്നു ബത്തൂത്തയുടെ റിഹ്ലയിൽ ഏഴിമല പള്ളിയിലെ ദർസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടത്തെ അഥവാ ഏഴിമല ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിച്ചു വരുന്നു. കടൽ യാത്രക്കാരാണ് അവിടേക്ക് ഏറ്റവും കൂടുതൽ വഴിപാടുകൾ നൽകുന്നത്. കപ്പലോട്ടക്കാർ അവരുടെ യാത്ര സുഖകരവും വിജയപ്രദവുമായിരിക്കാനാണ് ഈ പള്ളിയിലേക്ക് നേർച്ചകൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഇബ്നു ബത്തൂത്ത തൻ്റെ റിഹ്ലയിൽ എഴുതി വെച്ച കാര്യമാണ്. ധാരാളം നേർച്ചകൾ കിട്ടുന്നതിന് പുറമെ വമ്പിച്ച സ്വത്തുമുണ്ട് ഏഴിമല പള്ളിക്ക്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അവിടുത്തെ ഖത്തീബ് ഹുസൈനും മുസ്ലിം പ്രമാണിയായ ഹസനുൽ മുസാനുമാണ്. ഈ പള്ളിയിൽ മതാധ്യയനം നടത്തിവരുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുണ്ട്. പള്ളിയുടെ ധനത്തിൽ നിന്നാണ് അവരുടെ ചെലവുകളെല്ലാം വഹിക്കുന്നത്. പള്ളിയോടനുബന്ധിച്ച് ഒരു പാചകശാലയും കണ്ടു. അതിഥികൾക്കും അഗതികൾക്കും ആവശ്യമായ ഭക്ഷണം അവിടെ പാകം ചെയ്യുന്നു. ഹീരി എന്നാണ് ഏഴിമലയിലെ റിഹ്ലയിൽ വിശേഷിപ്പിക്കുന്നത്. 1342 ഡിസംബറിലാണ് ഇബ്നു ബത്തൂത്ത ഏഴിമലയിൽ എത്തുന്നത്. അക്കാലത്ത് തന്നെ ഇവിടെ ദർസ് സംവിധാനം നിലവിലുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തിനാ ദർസിനെ പറയുന്നത്? ആ ദർസിലെ വിദ്യാർത്ഥികൾ സംഘടിതരാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാന തുടക്കം എന്ന നേരായ വഴി സമർത്ഥിക്കാനാണ് ഇത്രയും എഴുതിയത്. പണ്ഡിതർസുകൾക്ക് കീഴിലാണ് സമൂഹത്തിലെ ആദ്യകാല വിദ്യാർത്ഥി കൂട്ടായ്മകൾ രൂപപ്പെട്ടത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിവിധ പേരുകളിലായി ആ കൂട്ടായ്മകൾ വികാസം പ്രാപിച്ചു. ആഴ്ച സമാജങ്ങൾ, കയ്യെഴുത്ത് മാഗസിനുകൾ തുടങ്ങിയവയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കീഴിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ. കേരളത്തിലെ സുന്നികൾക്ക് സംഘടനാ സംസ്കാരം പഠിപ്പിച്ചത് തങ്ങളാണെന്ന സലഫി നെറേറ്റീവുകളെ പൊളിക്കുന്നുണ്ട് ഈ മുത്തഅല്ലിം കൂട്ടായ്മകൾ. അത് മാത്രമല്ലല്ലോ, സലഫികളുടെ അവകാശവാദങ്ങൾ എല്ലാം പൊളിയാണെന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നി പച്ചപ്പൊള്ളാണ്. ഇപ്പോൾ വഹാബികൾ ദർസ് നടത്തിയിട്ടുണ്ടോ? അവർക്കൊരു മതവിദ്യാർത്ഥി കൂട്ടായ്മയുണ്ടോ? ഒന്നുമില്ല. പിന്നെ അവർ സ്ത്രീകൾക്ക് അടിപ്പാവാട വരെ പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങളാണ് എന്ന് പറയുന്ന പച്ചപ്പുള്ളു പോലെ തന്നെ എല്ലാത്തിൻ്റെയും നവോത്ഥാനം അവർ അവകാശപ്പെടുന്നത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദർസുകൾ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന ഈ കൂട്ടായ്മകൾ പതിയെ മദ്രസകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഒരുമിച്ച് നിൽക്കുക എന്ന ഈ ആശയത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ആവിഷ്കാരം എന്ന നിലയിലാണ് SSF രൂപീകരണത്തെ കാണേണ്ടത്.
കേരളത്തിന് പുറത്തായിരുന്നു മലയാളി മുസ്ലിം വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ പ്രാഗ് രൂപം നിലവിൽ വന്നത്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത മതകലാലയമായിരുന്ന വെല്ലൂര് ബാക്കിയാത്തിലേക്ക് ബിരുദ പഠനത്തിന് എത്തിയവരുടെ മുൻകൈയിലാണ് അത് സംഭവിച്ചത്. സീനത്തു ത്വലബ എന്നാണ് അവർ തങ്ങളുടെ സംഘടിത വേദിക്ക് പേര് നൽകിയത്. പിൽക്കാലത്ത് സമസ്ത ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച മൗലാന പറവണ്ണ മൊഹീദ്ദീൻ മുസ്ലിയാരാണ് സീനത്തു ത്വലബയുടെ പ്രഥമ കാര്യദർശി. ഇടക്കാലത്ത് നിർജീവമായെങ്കിലും 1962 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി സീനത്തു ത്വലബ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ലജ്നത്തു ത്വലബ എന്ന പേരിൽ പിൽക്കാലത്ത് കേരളത്തിൽ രൂപപ്പെട്ട പാരമ്പര്യ മുസ്ലിം വിദ്യാർത്ഥി സംഘടനയിൽ സീനത്തു ത്വലബയുടെ അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു. ലജ്നത്തു ത്വലബ പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശീർവാദത്തോടെ സമസ്ത കേരള ജമിയത്തു ത്വലബയായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. 1957 വാഴക്കാട് ദാറുൽ ഉലൂമിൽ വെച്ച് സമസ്ത കേരള ജമിയത്തു ത്വലബ രൂപീകൃതമാവുന്നത്. സംഘടനയുടെ രൂപീകരണ വാർത്ത അൽ ബയാൻ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. സമസ്തയുടെ ആദ്യ പ്രസിദ്ധീകരണവും മുഖപത്രവുമായ അൽ ബയാനിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന തെളിവ് സഹിതമാണ് ഈ ലേഖനം. ഗോൾഡൻ 50 പതിപ്പിൻ്റെ പേജ് 167 ഇത് രേഖപ്പെടുത്തുന്നത്. ആയിരത്തി 1957 വാഴക്കാട് ദാറുൽ ഉലൂമയിൽ വെച്ച് സമസ്ത കേരള ജമിയത്ത് ത്വലബ രൂപീകൃതമാകുന്നത്. സംഘടനയുടെ രൂപീകരണ വാർത്ത അൽ ബയാൻ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. സംഘടനയുടെ രൂപീകരണ വാർത്തയും സമസ്ത കേരള ജമിയത്ത് ത്വലബ എന്തിന് എന്ന ശീർഷകത്തിൽ അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ലേഖനവും അൽ ബയാൻ പുസ്തകം 8 ലക്കം 1 കാണാവുന്നതാണ്. ചിത്താരി KP ഹംസ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അഥവാ ഇബ്നു കുത്തുബി തുടങ്ങിയവർ അതിൻ്റെ സാരഥ്യത്തിലുണ്ടായിരുന്നു. 1959 ജനുവരി 29-30 തീയതികളിൽ നടന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രഥമ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തു ത്വലബയുടെ പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട്. കൂടാതെ ഇക്കാലയളവിൽ മലബാറിലെ വിവിധ ദർസുകൾ കേന്ദ്രീകരിച്ച് ത്വലബയുടെ ശാഖകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ രാമന്തളി, ക്യാമ്പസാർ, കോഴിക്കോട് ജില്ലയിലെ നടമ്മൽപ്പൊയിൽ തുടങ്ങിയ ശാഖകൾ ഉദാഹരണം. 1964 ഡിസംബർ 24 നടന്ന കണ്ണൂർ ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപീകരണം കേരള മുസ്ലിം വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിലെ നിർണായകമായ ചുവടുവെപ്പായിരുന്നു. അതിൽ നേതൃത്വം നൽകിയത് എൻ്റെ സുഹൃത്ത് PK മുഴപ്പാല. അദ്ദേഹം അടക്കമുള്ള അന്നത്തെ ഒരു കൂട്ടം പ്രവർത്തകന്മാരുണ്ടായിരുന്നു. മാതൃകയായി ചൂണ്ടിക്കാട്ടാൻ മറ്റൊരു മതവിദ്യാർത്ഥി സംഘടന നിലവിലില്ലാതിരുന്ന ഘട്ടത്തിലായിരുന്നു അത്. അപ്പം 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ച് SSF എന്ന് ഔദ്യോഗികമായി വിദ്യാർത്ഥി സംഘടന പിറക്കുന്നതിന് മുമ്പ് തന്നെ 1964 ഡിസംബർ 24 കണ്ണൂർ ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. 9 വർഷങ്ങൾക്ക് ശേഷം 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ചാണ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഔദ്യോഗികമായി പിറവിയെടുക്കുന്നത്. വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാമെന്ന ശീർഷകത്തിൽ AK ഇസ്മായിൽ വഫ സാഹിബ് സുന്നി ടൈംസിൽ എഴുതിയ കത്തിനെ തുടർന്നുണ്ടായ ചർച്ചകളാണ് കണ്ണൂരിന് പുറത്ത് കേരള അടിസ്ഥാനത്തിൽ SSFന്റെ പിറവിയിൽ കലാശിച്ചത്. MA ഉസ്താദിൻ്റെ അൽ ബയാനിൽ ഒരു കുറിപ്പാണ് മദ്രസ സംവിധാനം അതിനുള്ള ഔദ്യോഗിക സ്വഭാവം രൂപപ്പെട്ടതെങ്കിൽ AK ഇസ്മായിൽ വഫ സാഹിബ് അന്നത്തെ സുന്നി ടൈംസിൽ വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന ശീർഷകത്തിൽ വഫ സാഹിബ് എഴുതിയ ലേഖനം അതാണ് കേരളീയ സുന്നി വിദ്യാർത്ഥികൾ ചർച്ചയായത്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് തുടർച്ചയായിട്ടാണ് SSF ഔദ്യോഗികമായി പിറന്നത്.
അതിവേഗമായിരുന്നു സംഘടനയുടെ വളർച്ച. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ സംഘടന കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആരുറപ്പുള്ള നിലപാടുകൾ കൊണ്ടാണ് SSF കേരളത്തിൽ വേരുറച്ചത്. പിൻകാലത്ത് ദേശീയ തലത്തിലേക്കും RSC എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലേക്കും വികാസപ്പെടുമ്പോഴും SSFന് അഭിമാനിക്കാവുന്ന വിലാസം നിലപാടുള്ള സംഘടന എന്ന് തന്നെയായിരുന്നു. അത്തരം 50ാം വാർഷികത്തിൻ്റെ നിറവിലും ആ വിലാസം SSFന് സ്വന്തം. അപ്പോൾ നമ്മൾ SSFൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു രൂപീകരണം, അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു നയനിലപാട് ഈ കുറഞ്ഞ വരികൾ നമ്മൾ മനസ്സിലാക്കി. വായന ശീലമാക്കിയാൽ നമുക്ക് വിവരങ്ങൾ വർദ്ധിക്കും. മാത്രമല്ല, അത് വാട്സപ്പ് ഉപയോഗിക്കും പോലെയല്ല. വാട്സപ്പ് നമ്മൾ കണ്ടാൽ തോണ്ടിക്കളയുന്ന മാതിരി തന്നെ അതോടുകൂടാതെ ബ്രെയിനിൽ പതിക്കാതെ തെറിച്ചു പോവുക. അതേസമയത്ത് നമ്മൾ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ ആ അക്ഷരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയാണ്, ബ്രെയിൻ അത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് വായന, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ബിസ്മി റബ്ബിക, ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിനെ കൊണ്ട് നീ റബ്ബിൻ്റെ നാമം കൊണ്ട് നീ വായിക്കുക, അല്ലേ? അങ്ങനെ പറയാൻ തന്നെ ഖുർആൻ്റെ ആദ്യത്തെ കൽപ്പന തന്നെ റബ്ബിൻ്റെ തിരുനാമം കൊണ്ട് വായിക്കണം എന്നാണ്. അതിന് തന്നെ വായനൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുമല്ലോ. സംഘടനാ വ്യാപനത്തോടൊപ്പം വിവിധ മേഖലകളിൽ SSF സാധ്യമാക്കിയ മുന്നേറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഒരു മതവിദ്യാർത്ഥി സംഘടനയ്ക്ക് പിടിക്കാനാകുന്നതിൻ്റെ ഉയരങ്ങളിലേക്ക് സംഘടന കുതിച്ചെത്തിയത് ചരിത്രപാതയിൽ നിന്നുകൊണ്ട് കൂടി പരിശോധിക്കപ്പെടണം. മലബാർ സമരാനന്തരം കിതച്ചുപോയ ഒരു സമുദായത്തിലെ പുതുമുറക്കാർ വൈതരണികളെ ആത്മബോധത്താൽ വകഞ്ഞുമാറ്റി മുന്നേറിയതിൻ്റെ കഥ ത്രസിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, കലാസാഹിത്യം, സാമുദായിക ശാക്തീകരണം, ആദർശബോധം തുടങ്ങി ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കരസ്പർശം പതിഞ്ഞ മേഖലകൾ നിരവധിയാണ്. വൈതരണികൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ഏറ്റവും പരിക്കേൽപ്പിച്ചത് മുസ്ലിം സമുദായത്തെയാണ്. അവരിലാണ് വിധവകളെ എണ്ണം കൂടി, അത് കാരണം അനാഥകളെ എണ്ണം കൂടി. ചോരയും നീരുമുള്ളവരൊക്കെ അവർ പൊക്കിക്കൊണ്ടു പോവുകയോ കുഴിച്ചു മൂടുകയോ ചെയ്തു. പിന്നീട് അവശേഷിച്ച വിധവകളുടെയും അഗതികളുടെയും ആ സംരക്ഷണം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കുന്നത്. ആ പാവപ്പെട്ടവരുടെ മക്കളെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ പിന്നീട് ജീവൻ വെപ്പിച്ചത്. അതിൻ്റെ പിന്മുറക്കാരാണ് SSFകാരായി വന്നത്. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ വളരെ സൂക്ഷ്മമായി നമ്മൾ വായിക്കേണ്ട സംഗതിയാണ്. മലബാർ സമരാനന്തരം കിതച്ചുപോയ ഒരു സമുദായത്തിലെ പുതുമുറക്കാർ വൈതരണികളെ ആത്മബോധത്താൽ വകഞ്ഞുമാറ്റി മുന്നേറിയതിൻ്റെ കഥ ത്രസിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, കലാസാഹിത്യം, സാമുദായിക ശാക്തീകരണം, ആദർശബോധം തുടങ്ങി ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കരസ്പർശം പതിഞ്ഞ മേഖലകൾ നിരവധിയാണ്. അതിൻ്റെ ഒരു ഹെഡിങ്ങാണ് നമ്മൾ വായിച്ചത്. ഇനി രണ്ടാമത്തെ ഹെഡിങ് കൂടി വായിച്ചു നിർത്താം. നിലപാടറിയിച്ച സമ്മേളനങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വായിക്കാം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ചർച്ചയെല്ലാം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ സംഘടിക്കുവിൻ, സുന്നി വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന വഫാ സാഹിബിൻ്റെ വിദ്യാർത്ഥി ഹൃദയത്തെ ത്രസിപ്പിച്ച ലേഖനം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന ഒരു ജില്ലാടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി വന്നു. അതുപോലെ ദർസുകളിലൊക്കെ അതിന് ചലനങ്ങൾ ആഞ്ഞടിച്ചു. അങ്ങനെ വന്നപ്പോൾ കേരള അടിസ്ഥാനത്തിൽ SSF എന്ന അത് അനിവാര്യമായി വന്നു. ചർച്ചകൾ ധാരാളമായി. പക്ഷെ അന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ചില മുഖലിസീങ്ങളായ പണ്ഡിതന്മാർ അന്നത്തെ ഭൗതിക വിദ്യാർത്ഥികളുടെ സ്ഥിതി പഠിച്ചു നോക്കുമ്പോൾ ആ കുട്ടികളെയും കൂട്ടി മതവിദ്യാർത്ഥികൾ ഒന്നിച്ചാൽ അവരിലുള്ള ഭൗതിക വിദ്യാർത്ഥികളിലുള്ള മോശത്തരങ്ങൾ, ആ സംസ്കാരങ്ങൾ മുതഅല്ലിമീങ്ങളിൽ ബാധിക്കുമോ, അത് തടയാനുള്ള ശ്രദ്ധ വേണം എന്ന നിലയ്ക്കുള്ള ഒരു ആശങ്കയുടെ ശബ്ദവും ചിന്തയും ഒരു ഭാഗത്ത് വന്നപ്പോൾ
രാഷ്ട്രീയ പൊളിറ്റിക്കൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പൊളിറ്റിക്കലിൽ അതിന് പ്രാമുഖ്യം നൽകുന്ന കൗമ ഒന്നുമുണ്ട്. അവരെ ചിന്ത ഇങ്ങനെയൊരു വിദ്യാർത്ഥി സംഘടന, അതായത് കുട്ടിനാൾ വരെ, കുട്ടിക്കാലം മുതൽ തന്നെ മതാധിഷ്ഠിത വിശ്വാസധാരയിലും അതുപോലെ തന്നെ ആചാരത്തിലുമൊക്കെ ഒരു ഇസ്ലാമിക ജീവിത രീതിയിലേക്ക് വിദ്യാർത്ഥികൾ വന്നാൽ, അവർ സംഘടിത സ്വഭാവം കൈകൊണ്ടാൽ, ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ അല്ല നട്ടുച്ചയാണെങ്കിൽ അല്ല നട്ടപ്പാതിരാണ് എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരുടെ ശൈലിയുണ്ട്. അതിന് വിഘാതം വരുമോ എന്ന ഭയം അവരിലുണ്ടായി. അതുകൊണ്ട് തന്നെ ആളെ പേരുകളൊന്നും നമ്മളിപ്പോൾ പരാമർശിക്കുന്നില്ല. മരണപ്പെട്ടു പോയ ആളുകളായതുകൊണ്ട് അനുസ്വരവും ഔത്താക്കും. അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് പറയാണ്ടല്ലോ. അപ്പം ആ നല്ല കാര്യങ്ങൾ പറയാന്നുള്ള നിലക്ക് അവരിലെ മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. പക്ഷെ അന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടോ, മുജാഹിദീങ്ങൾ അവരെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു, MSM. അതിലാർക്കും ഒരു ആശങ്കയൊന്നും ഉണ്ടായില്ല. അതേസമയത്ത് SSF സംഘടിക്കുമ്പോൾ അന്ന് പൊളിറ്റിക്കലി മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ നേതാക്കന്മാരെന്താ പറയുന്നത്, നമുക്കിപ്പോൾ MSF പോരെ, അതിന് ക്ഷീണം വരൂലേ, മാത്രമല്ല സുന്നികൾ അങ്ങനെ വിദ്യാർത്ഥികൾ സംഘടന ഉണ്ടാക്കിയ മറ്റു ആളുകളൊക്കെ സംഘടിച്ചു കാണ്ട് അത് വലിയ പ്രശ്നമാവില്ലേ, എന്താ അപ്പം അതിൻ്റെ ആവശ്യം, മദ്രസയിൽ പഠിച്ചാൽ അങ്ങനെയാണ് പോവുക, പള്ളി ദർസിൽ പഠിച്ചാൽ അങ്ങനെയാണ് പോയാൽ പോരെ, എന്തിനാണ് സംഘടിത രൂപം. പക്ഷെ അതിൻ്റെ ആവശ്യം കേരളീയ മുസ്ലിങ്ങളുടെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പം അന്നൊക്കെ SSF രൂപീകരിച്ച കാലത്തിൽ ഞാനൊക്കെ ഫസ്റ്റ് തന്നെ പ്രസംഗിച്ചത് അന്നത്തെ നേതാക്കന്മാർ എഴുതി തന്ന വാക്കുകൾ കലാപങ്ങളും കലാപകാരുഷ്യങ്ങളാൽ മുഖരിതമായ കലാലയ അന്തരീക്ഷം, ആ കലാലയ അന്തരീക്ഷത്തിൽ നിന്ന് ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം SSF മുന്നിൽ വെച്ചു. അത് പറഞ്ഞു കൊടുക്കാൻ കലാലയത്തിൽ അങ്ങനത്തെ കുട്ടികൾ വരണ്ടേ. അപ്പോൾ പള്ളി ദർസിൽ നിന്ന് കിട്ടുന്ന ധാർമ്മിക ബോധത്തോടു കൂടെ ഈ ഭൗതിക സംസ്കാരത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഈ ആത്മീയ ബോധം നഷ്ടപ്പെടാതെ അവർ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് പെരുമാറുന്ന ഒരു വിഭാഗമായി മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഒരു സംഘടന അനിവാര്യമാണ് എന്ന് വന്നു. പൊതുവെ നേതാക്കന്മാരെ ഇടയിലുമായി ചർച്ച വന്നപ്പോൾ അത് ഈ നിലക്കുള്ള ആശങ്കകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാലം നീട്ടിവെച്ചു. പിന്നീട് അത് രൂപീകരിച്ചേ പറ്റൂ, അത്രയും അതിൻ്റെ സമ്മർദ്ദം വന്നപ്പോൾ എന്നാൽ പിന്നെ അത് ഞമ്മക്കതിൻ്റെ പിടുത്തം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെവിടേതായ ഒരാളുകളെ അതിൽ തലപ്പത്ത് വെക്കണം. അന്ന് പ്രത്യക്ഷത്തിൽ സംഘടനാ പിളർപ്പൊന്നുമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയം, അതിന് പരിക്ക് പറ്റാത്ത മതപ്രവർത്തനം. അതിന് പരിക്ക് പറ്റില്ല എങ്ങനെയാണ്, ഓവറായി മതം പഠിച്ചാൽ അത് തെറ്റല്ലേ. ഈ നമ്മളെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരം ഒരു പ്രശ്നമാക്കാതെ പ്രകടനം നടത്തുന്ന സമയത്ത് മഗ്‌രിബ് ബാങ്ക് കേട്ടാൽ നിർത്തുന്നില്ല, മഗ്‌രിബിൻ്റെ സമയം വളരെ കുടിസാണ്, നിസ്കരിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യൂലേ. 5 വഖത്ത് നിസ്കരിക്കണം, അത് സമയം മാറ്റാൻ പാടില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത, സമയനിർണിത ഫറളാണ്, അത് നിശ്ചിത സമയം അതിനുണ്ട്, ആ സമയത്ത് നിസ്കരിക്കണം എന്നാണല്ലോ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നത്. ആ സംസ്കാരം ഭൗതിക വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു കൊടുക്കുമ്പം നിസ്കാരം കഥാക്കി മുദ്രാവാക്യം വിളിക്കാൻ ആളെ കിട്ടൂല. അതുപോലെ തന്നെ ഒരു വിദേശത്ത് പോകുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പണവിനിമയത്തിന് വേണ്ടി ബാങ്കുമായി സഹകരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ലറൂറത്ത് വന്നതുകൊണ്ട്, അനിവാര്യമായതുകൊണ്ടും അത്യാവശ്യമായതുകൊണ്ടും ചിലപ്പം പ്രവാസികൾക്കും നാട്ടിലുള്ള വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഇന്ത്യൻ ബാങ്കുമായി സഹകരിക്കേണ്ടി വരും. അത് തന്നെ പേടിച്ചുകൊണ്ട് ഇടപാടുമ്പോൾ അതിൻ്റെ അപ്പുറം ആജ്യന്മാരെ ബാങ്ക്, സഹകരണ ബാങ്ക്. അപ്പം പിന്നെ പലിശ മൂക്കിരുഹു, പലിശ തിന്നുന്നവരും തിന്നാൻ സഹായിക്കുന്നവരും അത് എഴുതി വെക്കുന്നവരും ഒക്കെ നരകത്തിലാണെന്ന് റസൂലുള്ള പറയുമ്പോൾ അത് ഈ പള്ളി ദർസിലെ കുട്ടികളിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കൂടി കേട്ടാൽ നമ്മളെ ഈ ബാങ്ക് മത്സരം വരുമ്പോൾ നമ്മൾ ഒരു ചോദ്യം ചെയ്യൂലേ. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ നേതാക്കന്മാരാക്കുന്നത് നല്ലൊരു കീഴ്വഴക്കമല്ല എന്നൊരു സന്ദേശം കുട്ടികൾ പഠിച്ചാൽ നമ്മളെ വനിതാ താത്തന്മാരെ വോട്ട് ചെയ്യാൻ ഇവർ വരില്ലല്ലോ. ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തയുള്ള ആളുകൾ. എന്നാൽ പിന്നെ നമ്മൾ പറയുന്നിടത്ത് നിൽക്കണോലെ അതിൻ്റെ തലപ്പത്ത് നിർത്തുക. യഥാർത്ഥത്തിൽ AK ഇസ്മായിൽ വഫാ സാഹിബിനെയാണ്
അതിൻ്റെ ആദ്യത്തിൽ തന്നെ നിർത്തേണ്ടിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് ഈ ചർച്ചയ്ക്ക് കാരണമായത്. പക്ഷേ അദ്ദേഹത്തിനൊക്കെ ജോയിൻ്റ് സ്ഥാനത്തേക്ക് തള്ളി അന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയ ആളുകൾ അവസ്ഥ അതിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് ബോധ്യാനുണ്ട്. പക്ഷേ അവളെ പറ്റിയൊന്നും നമ്മളെ എന്തില്ല അത്തരം പരാമർശങ്ങൾ മോശമായ പരാമർശങ്ങൾ നടത്തുന്നില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ പ്രസിഡന്റ് അന്നത്തെ സെക്രട്ടറി ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ അവരന്ന് വരാൻ സാധ്യതകളൊന്നുമില്ല. പക്ഷേ കാരണം അവരൊന്നും ഇതിൻ്റെ തുടക്കത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ഒപ്പമില്ല. അതേസമയത്ത് ഇത് വളരെ അത്യാവശ്യമാണ്. ദീൻ പഠിച്ചൊരു സമൂഹം വേണം. ആ സമൂഹത്തിന് വാർത്തെടുക്കണമെങ്കിൽ അവർക്ക് SSF എന്ന സംഘടന രൂപീകരിച്ചു കൊടുക്കണം. SSF എന്ന് പറഞ്ഞാൽ സുന്നിയാണ്, സ്റ്റുഡൻസാണ്, ഫെഡറേഷനാണ്. അപ്പോൾ ആദ്യത്തത് സുന്നിയാണ്. അത് അടിസ്ഥാനപരമായ വിശ്വാസം ക്ലിയറാണ്ടേ. അപ്പോൾ അതിന് പ്രാമുഖ്യം നൽകണ്ടേ. ഏതായാലും ചുരുക്കി പറയാ, പ്രസിഡന്റോ സെക്രട്ടറിയോ ആരൊക്കെ അവർക്ക് അത്തരം ദുരുദ്ദേശം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അവരുടെ അവരുടെ പിന്മുറക്കാർ ഇന്ന് നടത്തി വരുന്ന ചില നീക്കങ്ങൾ പറ്റി നോക്കുമ്പോൾ അന്നേ അവർക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു തോന്നിപ്പോയിട്ടില്ലേ എന്ന് ഞാൻ ഒരു സംശയം പങ്കുവെച്ചതാണ്. ഏതായാലും പോട്ടെ. ഏതായാലും അങ്ങനെയൊക്കെ വന്നു. SSF രൂപീകരിച്ചു. പറഞ്ഞ മാതിരി തന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് സഹകരിക്കാൻ കഴിയാതെയായി. കാരണം അവർ ലക്ഷ്യം ഇതിൻ്റെ അപ്പുറം വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വയം അവർ പിരിഞ്ഞുപോയി. പക്ഷേ SSFിലെ 99.4% ദീൻ മാത്രം ലക്ഷിച്ചവരാണ്. അതുകൊണ്ട് അവരപ്പോൾ ആരും വേറെ പോയതൊന്നുമില്ല. അവരതേ ലക്ഷ്യത്തിന് വന്നു. ആ ലക്ഷ്യത്തിന് വന്ന ആളുകളൊക്കെ ഇന്ന് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ തലപ്പത്താണ്. നോക്കൂ, അതിൻ്റെ ലക്ഷ്യം എവിടെ എത്തി. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചിന്തകൾ, അതിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ അത് സമുദായത്തിന് മൊത്തത്തിൽ പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതിന്ന് നടത്തുന്നത് ആരാണ്? അതിന്ന് നടത്തുന്നത് 1973 ഏപ്രിൽ 29 രൂപീകരിച്ച SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്. അപ്പോൾ ആ ലക്ഷ്യം വെക്കാതെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ ഉള്ള ആ വിഭാഗം ഇന്നും നേതൃത്വത്തിൽ യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് കൂടി ഉണ്ട് എന്നത് SSF ഒരു ബർക്കത്തുള്ള സംഘടനയാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ ആ സപ്പോർട്ടാണ് അതിന് കാരണം. ആ ആലിമീങ്ങൾക്കും പ്രവർത്തകന്മാർക്കുമൊക്കെ അല്ലാഹു തആല പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ. അന്ന് മുതൽ ഇന്നും നേതൃത്വത്തിലുള്ള പ്രവർത്തന രംഗത്തുള്ള എല്ലാവർക്കും നമുക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ. ഇന്നത്തെ പ്രസംഗം നിർത്തി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വായന നാളെ തുടരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.